ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ട്രേഡിംഗ് പ്ലാനിനെ പറ്റിയാണ് സംസാരിക്കാൻ പോണത്. എന്നെ FTMO പാസ്സാക്കാൻ ഹെൽപ്പ് ചെയ്തതിൻ്റെ ട്രേഡിംഗ് പ്ലാൻ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ വെൽക്കം ടു ദ വീഡിയോ ഗായ്സ്. അപ്പോൾ ഒരു ട്രേഡർ ഒരു ലൂസിങ് സ്ട്രീക്കിലോട്ടോ അതോ അക്കൗണ്ട് ബ്ലോ ആണതിൻ്റെ മെയിൻ റീസൺ റിസ്ക് മാനേജ്മെൻറ്റോ അതോ ഒരു ബാഡ് സ്ട്രാറ്റജിയോ അല്ല. എപ്പോഴും ഒരു പ്രോപ്പറായിട്ടൊരു ട്രേഡിംഗ് പ്ലാൻ ഇല്ലാത്തതാണ് കാരണം. അപ്പോൾ ഞാൻ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം ഗൈസ്. അപ്പോൾ ഫസ്റ്റ് കാര്യം, ഒരു പെയറാണ്. ഞാൻ FTMO ത്രൂ ഔട്ട് ഒറ്റ പെയറാണ് ട്രേഡ് ചെയ്തിട്ടുള്ളൂ. അത് ഗോൾഡാണ്. ഒരു പെയറിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സെയിം സെറ്റപ്പ് നമുക്ക് എപ്പോഴും കിട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ട്രേഡ് ചെയ്യുവാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു വീക്കിൽ നമ്മൾ ട്രേഡ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത വീക്കിൽ ചിലപ്പോൾ ആ ഒരു സെയിം സെറ്റപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു പെയറിൽ മാക്സിമം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അത് നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും ട്രേഡ് ചെയ്യുമ്പോൾ. രണ്ടാമത്തെ കാര്യം, വൺ സെഷനാണ്. ഒറ്റ സെഷനിൽ ട്രേഡ് ചെയ്യാൻ നോക്കുക. മാക്സിമം ഒരു സെഷനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നോക്കുക. എപ്പോഴും നമ്മൾ ഒരു സെഷൻ ട്രേഡ് ചെയ്യുക. ഇപ്പം ഞാൻ ട്രേഡ് ചെയ്യണത് ലണ്ടൻ സെഷനാണ്. എനിക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ടൈം ലണ്ടൻ സെഷനിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ന്യൂയോർക്കോ അതോ ഏഷ്യൻ സെഷനോ എളുപ്പമെങ്കിൽ നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സെഷനിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ A+ സെറ്റപ്പുകൾ നമുക്ക് റിപ്പീറ്റീവായിട്ട് നമുക്ക് കിട്ടണ പോലെ നമുക്ക് തോന്നും. എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു സെയിം സെറ്റപ്പ് നമുക്ക് നെക്സ്റ്റ് വീക്കിലും അല്ലെങ്കിൽ നെക്സ്റ്റ് മന്തിലോ നമുക്ക് ആ സെയിം സെറ്റപ്പ് നമുക്ക് കിട്ടും. ഗൈസ്, അടുത്തത് ഡെയിലി ബയസാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ലണ്ടൻ സെഷനിൽ ഇരിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ ഡെയിലി ബൈസ് നോക്കും. ഇപ്പോൾ എൻ്റെ ഡെയിലി ബൈസ് ബൈ ആണെങ്കിൽ ഞാനന്ന് ബൈ മാത്രമേ നോക്കുകയുള്ളൂ. ഇപ്പോൾ സെല്ലാണെങ്കിൽ ഞാൻ സെല്ല് മാത്രമേ നോക്കുകയുള്ളൂ. ഞാൻ ഒരിക്കലും ഒരു കൗണ്ടർ ട്രെൻഡ് ആയിട്ടുള്ളൊരു ട്രേഡ് ചെയ്യില്ല. ഇപ്പോൾ ഒരു ട്രെൻഡ് അപ്പ് ട്രെൻഡിലാണെങ്കിൽ ഞാൻ എപ്പോഴും ഒരു ബൈ ആയിരിക്കും നോക്കണത്. ഇപ്പോൾ ഒരു ഡൗൺ ട്രെൻഡിലാണെങ്കിൽ ഞാനൊരു സെല്ലായിരിക്കും നോക്കണത്. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ ഡെയിലി ബൈസിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ബൈ ആണെങ്കിൽ ബൈക്ക് തന്നെ നോക്കുക, സെല്ലാണെങ്കിൽ സെല്ലിന് തന്നെ നോക്കുക. അന്ന് നിങ്ങൾക്ക് ബൈയോ സെല്ലോ കിട്ടിയില്ലെങ്കിൽ നിങ്ങളന്ന് ട്രേഡ് ചെയ്യരുത്. അപ്പോൾ ഇപ്പോഴും നമ്മുടെ ക്യാപിറ്റൽ മാക്സിമം നമ്മൾ സേവ് ചെയ്യണം. അടുത്തത് വെയിറ്റിംഗ് ഫോർ A+ സെറ്റപ്പാണ്. എപ്പോഴും ട്രേഡേഴ്സ് ചെയ്യണ ഒരു മിസ്റ്റേക്കാണ്. ഒരു ഇമ്പൾസ് ആയിട്ടൊരു എൻട്രിയിലോട്ട് കയറും കോൺഫർമേഷൻസ് ഇല്ലാണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കോൺഫർമേഷൻ വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് 1, 2, 3 കോൺഫർമേഷൻസ് ഉണ്ടെങ്കിൽ ആ 3 കോൺഫർമേഷൻ വരാണ്ട് നിങ്ങൾ മാർക്കറ്റിലോട്ട് ഒരിക്കലും ഒരു ഇമ്പൾസ് ആയിട്ടൊരു എൻട്രി എടുക്കരുത്. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ സെറ്റപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. മാർക്കറ്റിനെ ഒരിക്കലും ചേസ് ചെയ്യരുത്. നിങ്ങളെപ്പോഴും ആ മാർക്കറ്റ് നിങ്ങളുടെ നിങ്ങളുടെ സെറ്റപ്പിൽ വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. പേഷ്യൻസ് ഇസ് കീ. ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് എൻട്രി കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾ ആ ട്രേഡ് ഒരു ഇമ്പൾസ് ആയിട്ട് എടുക്കരുത്. നിങ്ങൾ അന്ന് ട്രേഡ് ചെയ്യാണ്ടിരിക്കുക. ഗൈസ്, അടുത്തത് റിസ്ക് മാനേജ്മെൻ്റ് ആണ്. വെരി ഇമ്പോർട്ടൻറ്റ്. 0.05% to 1% ആണ് ഞാൻ ത്രൂ ഔട്ട് FTMO എൻ്റെ അക്കൗണ്ട് റിസ്ക് ചെയ്തത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കൺസിസ്റ്റൻസി വരുമ്പോൾ എപ്പോഴും ആ കോമ്പൗണ്ടിങ് വരും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1% എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു 1 മന്തിനുള്ളിൽ 10% സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഓവർ റിസ്ക് ചെയ്യാണ്ട് ട്രേഡ് ചെയ്യാണ്ട് എപ്പോഴും 0.5 to 1% മാക്സിമം റിസ്ക് ചെയ്യാൻ നോക്കുക. ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾ ഒരു 4 days വീക്ക്ലി ട്രേഡ് ചെയ്യണമെങ്കിൽ 3 days നിങ്ങളിപ്പോൾ പ്രോഫിറ്റിലാണ് ക്ലോസ് ചെയ്യണമെങ്കിൽ അപ്പോൾ ആ 4th day മാത്രം നിങ്ങൾ ഒരു 2% റിസ്ക് ചെയ്യുക. ആ സ്ട്രാറ്റജിയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ 3% ഞാൻ പ്രോഫിറ്റിലായി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ 4th day 2% റിസ്ക് ചെയ്താലും ആ വീക്കിൽ ഇപ്പം ഞാൻ സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാലും ഞാൻ 1% പ്രോഫിറ്റിലായിരിക്കും. ഇൻ കേസ് ഞാൻ പ്രോഫിറ്റിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഓൾമോസ്റ്റ് 5% ആയിരിക്കും. അപ്പോൾ എപ്പോഴും റിസ്ക് മാനേജ്മെൻറ്റ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഗൈസ്, നെക്സ്റ്റ് വൺ വെരി ഇമ്പോർട്ടൻറ്റ്, ട്രേഡ് മാനേജ്മെൻറ്റ്. നമ്മളൊരു ട്രേഡിലോട്ട് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മളെപ്പോഴും പാർഷ്യൽസ് എടുക്കാൻ നോക്കുക. ഇപ്പം നിങ്ങളൊരു 100 pips നിങ്ങൾ ഫോക്കസ് ചെയ്യണമെങ്കിൽ ഒരു 80 pips എത്തുമ്പോൾ 90% ക്ലോസ് ചെയ്തിട്ട് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ഈവനിലോട്ട് കൊണ്ടുവയ്ക്കുക, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് പ്രോഫിറ്റിലോട്ട് കൊണ്ടുവയ്ക്കുക. അപ്പോൾ എപ്പോഴും ട്രേഡ് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുക. മാക്സിമം നമ്മുടെ ക്യാപിറ്റൽ സേവ് ചെയ്യാൻ നോക്കുക. പാർഷ്യൽസ് എടുക്കുക. ഗൈസ്, അടുത്തത് ജേർണലിംഗ് ആണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളൊരു ദിവസം ട്രേഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഈവൻ ഇഫ് ഇറ്റ്സ് ലോസ് ഓർ പ്രോഫിറ്റ് നമ്മളത് എപ്പോഴും നമ്മളൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളൊരു ഫയൽ സേവ് ചെയ്ത് വെച്ചേക്കുക. ആ ഡേറ്റും ടൈമും പിന്നെ ഒരു ഡയറിയിൽ നിങ്ങൾക്ക് എഴുതി വെക്കുക. എങ്ങനെ എനിക്കൊരു ബെറ്റർ എൻട്രി കിട്ടുമായിരുന്നു, എങ്ങനെ എൻ്റെ സ്റ്റോപ്പ് ലോസ് ബെറ്റർ ആക്കാമായിരുന്നു, എങ്ങനെ എനിക്ക് ട്രേഡ് നേരത്തെ ക്ലോസ് ചെയ്യാമായിരുന്നു, എങ്ങനെ എൻ്റെ റിസ്ക് എനിക്ക് മാനേജ് ചെയ്യാമായിരുന്നു, എങ്ങനെ എനിക്ക് ട്രേഡ് എനിക്ക് മാനേജ് ചെയ്യാമായിരുന്നു. ഇതും ഫോക്കസ് ചെയ്യുക.
അപ്പോൾ ഗൈസ് ഇതാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. FTMO പാസ്സാവാനായിട്ട് എൻ്റെ ട്രേഡിംഗ് പ്ലാൻ ഞാൻ യൂസ് ചെയ്തത് ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ ഒരു റിവൈൻഡ് തരാം. ഫസ്റ്റ് വൺ, ഒരു പെയർ. രണ്ടാമത്തെ ഒരു സെഷൻ. മൂന്നാമത്തെ നിങ്ങളുടെ ഡെയിലി ബയസ് എന്താണെന്ന് നോക്കുക. നാലാമത്തെ വെയിറ്റിംഗ് ഫോർ A+ സെറ്റപ്പ്. അഞ്ചാമത്തെ നിങ്ങളുടെ റിസ്ക് മാനേജ്മെൻറ്റ്. ആറാമത്തെ നിങ്ങളുടെ ട്രേഡ് മാനേജ്മെൻറ്റ്. ഏഴാമത്തെ നിങ്ങളുടെ ജേർണലിംഗ്. അപ്പോൾ ഗൈസ് ഇതൊക്കെ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഹാപ്പി ട്രേഡിംഗ്. താങ്ക് യു ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.